ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 22 ഉപരിപഠനത്തിനുള്ള നിമിത്തം. ഭാഗം 22 ഉപരിപഠനത്തിനുള്ള നിമിത്തം ഇവിടെ ആരംഭിക്കുന്നു. കൃഷ്ണൻ വൈദ്യരുടെ ചിന്ത പ്രധാനമായും തൻ്റെ ഭാഗിനേയനായ നാണുവിൻ്റെ ഭാവിയെപ്പറ്റിയായിരുന്നു. ആ പ്രായത്തിൽ മറ്റാർക്കുമില്ലാത്ത എന്തൊക്കെയോ സവിശേഷതകൾ നാണുവിനുണ്ടെന്ന് പലതുകൊണ്ടും വൈദ്യർക്ക് ബോധ്യപ്പെട്ടിരുന്നു. കടുത്ത വസൂരി രോഗം പിടിപെട്ട ഒരാൾ എത്ര ധൈര്യവാനായാൽ പോലും ഹിംസ്ര ജന്തുക്കളുടെ സ്ഥിരവാസം കൊണ്ട് ഭയം ജനിപ്പിക്കുന്ന വിജനമായൊരു സ്ഥലത്ത് രാവും പകലുമായി ഇത്രയേറെ ദിനങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുവാൻ ധൈര്യപ്പെടുമോ? അതും മരുന്നും ഭക്ഷണവും പരിചരണവും വേണ്ട നിലയിലില്ലാതെ തന്നെ. വൈദ്യർ പറഞ്ഞത് വെച്ച് ചിന്തിച്ചപ്പോൾ മാടനാശാനും അങ്ങനെ തന്നെ തോന്നി. അതിനിടയിൽ കുട്ടിയമ്മ കൊണ്ടുവച്ച ഇലയപ്പത്തിനും തിളപ്പിച്ചാറ്റിയ വെള്ളത്തിനും അന്ന് പതിവില്ലാത്ത സ്വാദുള്ളതായി ഇരുവർക്കും അനുഭവപ്പെട്ടു. നാണുവിൻ്റെ ഭാവിയെപ്പറ്റി മൂവരും വയൽവാരത്തെ മൺതിട്ടയിലിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ അപരിചിതനായ ഒരാൾ ഒരു കത്തുമായി അവിടേക്ക് കയറി വന്നു. ആ കത്ത് കൃഷ്ണൻ വൈദ്യർക്കുള്ളതായിരുന്നു. ആകാംക്ഷയോടെ വൈദ്യർ ആ കത്ത് പൊട്ടിച്ച് ആരാണ് അത് അയച്ചിരിക്കുന്നതെന്ന് നോക്കി. എൻ്റെ ഒരു മിത്രം പരവൂർ കേശവനാശാൻ അയച്ചിരിക്കുന്ന കത്താണിത് എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യർ കത്തിലെ ഉള്ളടക്കത്തിലേക്ക് കടന്നു. സംസ്കൃതത്തിലായിരുന്നു എഴുത്ത്, അതും പദ്യരൂപത്തിൽ. 2-3 ആവർത്തി വായിച്ചിട്ടും സംസ്കൃതത്തിൽ സാമാന്യ പരിചയമുള്ള വൈദ്യർക്ക് അതിൻ്റെ പൊരുൾ പൂർണ്ണമായും ഗ്രഹിക്കുവാനായില്ല. അതുകൊണ്ട് നാണു എത്തുന്നതുവരെ വൈദ്യർ വയൽവാരത്ത് തന്നെ ഇരുന്നു. ദേശസഞ്ചാരം കഴിഞ്ഞ് അന്നു നാണു സന്ധ്യയോടെ വയൽവാരത്തെത്തി. അമ്മാവനെ കണ്ടപ്പോൾ ചെറുപുഞ്ചിരിയോടെ അടുത്തു ചെന്ന് വിശേഷങ്ങൾ അന്വേഷിച്ചു. വൈദ്യർ തൻ്റെ കീശയിൽ നിന്ന് അഞ്ചലാഫീസിൽ നിന്നും വന്നിരുന്ന ആ കത്തെടുത്ത് നാണുവിന് നേരെ നീട്ടി. നാണു, ഈ കത്തിൻ്റെ പൊരുൾ എന്താണെന്ന് നോക്കി പറയൂ. നാണു അമ്മാവൻ്റെ കയ്യിൽ നിന്നും ആ കത്ത് വാങ്ങി വായിച്ചു നോക്കി. ഒറ്റ വായനയിൽ തന്നെ യാതൊരു സംശയവും കൂടാതെ അതിൻ്റെ പൊരുൾ വ്യക്തമായും പൂർണ്ണമായും അമ്മാവന് പറഞ്ഞു കൊടുത്തു. നാണുവിൻ്റെ സംസ്കൃത ഭാഷയിലുള്ള പാണ്ഡിത്യവും പരിജ്ഞാനവും അന്ന് വെളിപ്പെട്ടതോടെ വൈദ്യർ അപ്പോൾ തന്നെ ഒരു കാര്യം നിശ്ചയിച്ചു. നാണുവിനെ ഉപരിപഠനത്തിന് അയക്കണം. അതിന് യോഗ്യമായ ഒരിടം ഉടൻ കണ്ടെത്തണം. മാടനാശാനും കൃഷ്ണൻ വൈദ്യരും അതേപ്പറ്റി ഗൗരവമായി ആലോചന തുടങ്ങി. പാഹി പാഹി പരമാനന്ദ പ്രഭോ, പാഹി മാം ഗുരുനാരായണ പ്രഭോ, പാഹി മാം ബ്രഹ്മജ്ഞാന സ്വരൂപനാം ശ്രീനാരായണ മൂർത്തേ മഹാഗുരു. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 22 ഉപരിപഠനത്തിനുള്ള നിമിത്തം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.